Hello friends, welcome to DHRUVDEV channel. എൻ്റെ പേര് ആശ വിനീത്. കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കുന്നതിന് ഞാൻ കുമ്പളങ്ങയുടെ ഇത്രയും ഭാഗമാണ് വെട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും സൈസാണ് ഈ കുമ്പളങ്ങ കറിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ പാകത്തിന് കുമ്പളങ്ങ എടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്. ഈ പാകത്തിൽ കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കുറച്ചും കൂടി ചെറുതായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വേവാൻ പാകത്തിന് ഏകദേശം കുമ്പളങ്ങ കവർ ചെയ്യുന്ന പാകത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ എപ്പോഴും പറയണ പോലെ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മോരുകറി ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൾ കളർ കൂടുതൽ വേണമല്ലോ. അപ്പോൾ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ചെറിയ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. ഇനി ആവശ്യാനുസരണം നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കാം. അതിനുശേഷം ഇത് അടച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഈ കുമ്പളങ്ങ നന്നായിട്ട് വേവണം. മോരുകറിയിലോട്ട് വേണ്ട അരപ്പിനാണ് ഞാൻ ഈ തേങ്ങ എടുത്തിരിക്കുന്നത്. ഇതിൽ 1/2 മുറി തേങ്ങയും പിന്നെ 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങയും ജീരകവും നല്ല മയത്തിൽ നന്നായിട്ട് തരിയില്ലാതെ, ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അത് ഈ ഒരു ബൗള് തന്നെ തൈരും ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയും ജീരകവും കൂടി ചേർക്കാം. ഒരു ബൗള് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്ത കുമ്പളങ്ങ കഷ്ണങ്ങളിലോട്ട് ചേർക്കാം. നമ്മുടെ മോരുകറി കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെന്തോന്നറിയാൻ ഈ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇത് പാകത്തിന് വെന്തോ ഇല്ലയോന്ന്. ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കുക, അല്ലെങ്കിൽ ഈ തവി ഇട്ടിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ കുമ്പളങ്ങ ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കാൻ നേരത്ത് തീ ഓഫാക്കി വെക്കുക കേട്ടോ. അതിനുശേഷം മാത്രം അരപ്പ് ചേർക്കുക. ഇത് തേങ്ങയും കൂടി ഒപ്പിട്ടിട്ട് തൈര് ചേർത്ത് അരച്ചുകൊണ്ട് പെട്ടെന്ന് അത് പിരിഞ്ഞു പോകുമൊന്നുമില്ല. എന്നാലും നമുക്ക് തീ ഓഫാക്കി വെക്കാം. ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചിടണം. കണ്ട, ചെറുതായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെറുതായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇത് ഇനി തിളക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് ഇപ്പൊ തിളച്ചിക്കും. നമുക്ക് ഈ സമയം നമുക്ക് ഇതിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ പറയാം, കണ്ട ആവി പോണുണ്ടോ? ഈ തവിയുടെ അറ്റത്തുനിന്ന് ആവി പോണ്ട്, കണ്ടില്ലേ? ഇപ്പൊ നമുക്ക് ഇത് ഓഫാക്കാം. പിന്നെ ഈ കൽച്ചട്ടിയിലാവുമ്പോൾ ഇതിലോട്ട് ഇരുന്ന് തന്നെ നന്നായിട്ട് അത് ശരിക്കും ചൂടായിക്കോളും. കുമ്പളങ്ങ മോരുകറിക്ക് താളിക്കാൻ അതിനായിട്ട് നമുക്ക് ഒരു പാൻ എടുപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. ഈ കടുക് നന്നായിട്ട് ഇനി പൊട്ടണം. കടുക്
ഇത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക്, 3, 4, 5 വറ്റൽമുളക് ചേർക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഞാൻ അരപ്പൊക്കെ ചൂടാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അതിലോട്ട് ചേർക്കാണ്. നല്ല മണം വന്നു കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി നോക്കും ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഉപ്പ് കുറച്ച് കുറവാണ്, പക്ഷെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറിയാവും. വാവ്, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിൾ അല്ലേ? കുമ്പളങ്ങ കഷ്ണങ്ങൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കുക. അതിനുശേഷം ജീരകവും തേങ്ങയും തൈരും കൂടി അരച്ച് ചേർക്കാം. മോരും അയലും അരച്ച് ചേർക്കാം. പക്ഷെ നല്ല കട്ടിയിൽ ഇതുപോലെ കുറുകി, അധികം കട്ടിയല്ല, എന്നാൽ ഇതുപോലെ ഒന്ന് കിടക്കണമെങ്കിൽ മോരല്ല നല്ലത്, തൈര് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് എല്ലാം കൂടി അരച്ച ശേഷം ഇതുപോലെ കടുക് വറുക്കുക. ഇത്ര സിമ്പിളാണ് ഈ കുമ്പളങ്ങ മോരുകറി. എല്ലാവരും ഇതിപ്പോ റെഡിയാക്കി വെക്കുക. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ധ്രുവദേവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.